ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു വാർത്തയുണ്ട്. നമ്മൾ സാധാരണ ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് വേണ്ടി സ്വകാര്യ പുസ്തക പ്രസിദ്ധീകരണശാലകളെ സമീപിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണം കൂടുകയാണ്. അത് CPM-ന് സ്വന്തമായിട്ടൊരു പ്രസാധക സംഘമുണ്ട്. ചിന്ത പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. EP ജയരാജൻ മൂലം ചിന്തയ്ക്കല്ല കൊടുത്തത്. അത് DC-ക്ക് കൊടുക്കണോ മാതൃഭൂമിക്ക് കൊടുക്കണമോ എന്നായിരുന്നു ആലോചന. CPM നേതാക്കൾക്ക് പാർട്ടി പ്രസിദ്ധീകരണമായ ചിന്ത പബ്ലിഷേഴ്സിനോട് താല്പര്യം കുറയുന്നുവെന്നാണ് ഞങ്ങൾ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വകാര്യ പ്രസാധകർ വഴിയാണ് മിക്ക നേതാക്കളും അവരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. മന്ത്രിമാരായ P. രാജീവ്, KN ബാലഗോപാൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ, ചിന്തയുടെ ചുമതലയുള്ള M. സ്വരാജ് എന്നിവരെല്ലാം പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുത്തത് സ്വകാര്യ പ്രസാധകരെയാണ്. സമീപകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ചിന്ത വഴി പുസ്തകം ഇറക്കിയത്. ആത്മകഥ വിവാദമായതിനു ശേഷം EP ജയരാജനും ചിന്തയുമായി സംസാരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ചിന്തയെന്ന ചിന്ത ആർക്കും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ ചിന്ത വഴി പ്രസിദ്ധീകരിക്കാം ഈ നേതാക്കൾക്കൊക്കെ. പഴയ കാലത്ത് നേതാക്കന്മാരെല്ലാം സ്വകാര്യ പ്രസാധകരെ അല്ല ഏൽപ്പിച്ചിരുന്നത്. പലപ്പോഴും ചിന്ത വഴിയാണ് പ്രസിദ്ധീകരണങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ചിന്തയുടെ ചുമതലയുള്ളവർ പോലും സ്വകാര്യ പ്രസാധകരെയാണ് തേടിപ്പോകുന്നത് അല്ലേ TV പ്രസാദ്? കൂടുതൽ ആളുകൾ വായിക്കുന്നത് അവയാണെന്ന തിരിച്ചറിവ് കൊണ്ടാണോ അതോ ചിന്തയൊക്കെ അത് പാർട്ടിക്കാരുടെ അല്ലേ എന്ന നിലപാടിലാണോ നിൽക്കുന്നത് TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചിന്തയെ ഒഴിവാക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ EMS മുതലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പല പുസ്തകങ്ങളും ചിന്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പാർട്ടി നേതാക്കളുടേതല്ലാത്ത പല ആളുകളുടെയും, പല പ്രശസ്തരായ ആളുകളുടെയും പുസ്തകങ്ങൾ ഇപ്പോഴും ചിന്ത പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് CPM നേതാക്കൾ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, മന്ത്രിമാർ, ആ നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഉൾപ്പെടെ അവരുടെ പുസ്തകങ്ങൾ ചിന്തയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ഒരു വിഷയം വരുന്നത്. അതായത് EP ജയരാജൻ്റെ ആത്മകഥ വിവാദമായതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ എല്ലാവരും ഒരു പരിശോധന നടത്തിയത്. BP ജയരാജൻ നേരത്തെ അരുണ് പറഞ്ഞതുപോലെ തന്നെയാണ് ചിന്ത പബ്ലിഷേഴ്സിനോട് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചത് മാതൃഭൂമിയുമായും DC ബുക്സുമായുമാണ്. അതിനിടയിലാണ് DC ബുക്സിന് കൊടുക്കാത്തതെന്ന് EP ജയരാജൻ പറയുന്ന DC ബുക്സിൻ്റേതായി പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും പുറത്തേക്ക് വന്നതും അത് വലിയ വിവാദമാവുകയും ചെയ്തത്. ഇപ്പോഴും EP ജയരാജൻ പറയുന്നത് DC ബുക്സിന് അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. CPIM-ൻ്റെ നേതാക്കളെ സംബന്ധിച്ച് ഇങ്ങനൊരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ലായിരുന്നു അരുൺ. കാരണം സ്വന്തമായ ഒരു പ്രസിദ്ധീകരണമുണ്ട്, ഒരു പ്രസാധകരുണ്ട്, ചിന്തയുണ്ട്. പക്ഷേ ആ ചിന്തയെ കൈവിടുന്നു എന്നതാണ് ഈ കഴിഞ്ഞ നാളുകളിലെ ഓരോ പുസ്തകവും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിലൊരു വ്യത്യാസമുള്ളത് CPIM-ൻ്റെ പോൾ ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ മാത്രമാണ് അടുത്തിടെ ഒരു പുസ്തകം ചിന്ത വഴി പ്രസിദ്ധീകരിച്ചത്. മറ്റ് എഴുത്തുകാരെല്ലാം അവർ സ്വകാര്യ പ്രസാധകരെയാണ് സമീപിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചിന്തയുടെ ചുമതലയുള്ള പാർട്ടിയുടെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജാണ്. M. സ്വരാജിൻ്റെ അവസാനമായി ഇറങ്ങിയ പുസ്തകങ്ങൾ എല്ലാം പ്രസിദ്ധീകരിച്ചത് അത് സ്വകാര്യ പ്രസാധകർ വഴിയാണ്. ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായ ദിനേശൻ പുത്തലത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും ഇത് തന്നെയാണ്. മന്ത്രി P. രാജീവ്, KN ബാലഗോപാൽ, ഏറ്റവും അവസാനം പുറത്തിറക്കിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ജയരാജന്റെ പുസ്തകം, ഇതെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് സ്വകാര്യ പ്രസാധകർ വഴിയാണ്. അരുൺ, ഒരു കാര്യം ഉറപ്പാണ്, കൂടുതൽ പ്രചാരത്തിന് വേണ്ടിയാണ് സ്വകാര്യ പ്രസാധകരെ ഈ നേതാക്കൾ. ചിന്തയെക്കുറിച്ച് ചിന്തയേ ഇല്ല എന്നാണ് TV പ്രസാദ് പറയുന്നത് അല്ലേ? ചുരുങ്ങിയ പക്ഷം ചിന്തയുടെ ചുമതലയുള്ള ആളുകളെങ്കിലും ചിന്ത വഴിയൊന്നും പ്രസിദ്ധീകരിച്ചാൽ ആ പ്രസ്ഥാനം രക്ഷപ്പെട്ടു പോകുമായിരുന്നു.